നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് മ്യൂസിക് തെറാപ്പി അഥവാ സംഗീത ചികിത്സ എങ്ങനെയാണ് ഒരു ADHD ഉള്ള ഒരു കുഞ്ഞിനെയോ ADHD എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയാണ്. അതോടൊപ്പം തന്നെ പേഴ്സണലി ജീവനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ കുട്ടികൾ, അവരുടെ മാറ്റങ്ങൾ, മ്യൂസിക് തെറാപ്പിയുടെ പ്രാധാന്യത എന്നിവയെല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുകയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ADHD ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഒരു കുഞ്ഞിന്റെ വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് അവരുടെ കുസൃതിയും വികൃതിയുമെല്ലാം. ഒരു കുഞ്ഞ് 4 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ പണ്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട്, 4-ാം വയസ്സിലെ നട്ടപ്രാന്തെന്ന്. എന്നാൽ അതാണോ ADHD? അല്ല. ADHD എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ആദ്യത്തേതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് അഥവാ ശ്രദ്ധയില്ലായ്മ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അത് കേൾക്കാനോ ശ്രദ്ധിക്കുവാനോ ഉള്ളൊരു ബുദ്ധിമുട്ട്. നെക്സ്റ്റ് വൺ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പിരിപിരുത്തം. എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അടങ്ങിയിരിക്കാനുള്ള ഒരു പ്രയാസം എന്നെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരും. അതേപോലെ തന്നെ ടേൺ ടേക്കിങ്, പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോകുമ്പോൾ അവനവന്റെ ടേണിനായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ ഇമ്പൾസിവിറ്റി എന്നൊരു അവസ്ഥയും കൂടെ ഈ ഒരു ADHDയുടെ ഭാഗമാണ്. ഇമ്പൾസിറ്റി എന്നാൽ നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം പറയുക, ചാടിക്കേറി പറയുക, തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക എന്നെല്ലാം ഈ ഇമ്പൾസിറ്റിയുടെ ഭാഗമായിട്ട് വരും. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും കാണുന്ന ഒരു ലക്ഷണമാണ് ഡേഞ്ചർ അവയർനെസ് ഇല്ലായ്മ എന്നത്. വെൻ ടു ടേക്ക് കൺസൾട്ടേഷൻ. ഇനി ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒരു വ്യക്തിയിൽ 6 മാസം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു ADHD സിംറ്റം ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റൂ. അതോടൊപ്പം തന്നെ സെൽഫ് ഇവാലുവേഷൻ. ഇതെല്ലാം കണ്ട് എനിക്ക് ADHD ഉണ്ടോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് ADHD ഉണ്ടോ എന്ന് സ്വയം തീരുമാനിക്കാതെ അതൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ശാസ്ത്രീയമായി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എങ്ങനെയാണ് ADHD എന്നൊരവസ്ഥ ജനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ പോയിന്റ് ആണ് ജെനറ്റിക്സ് എന്നത്. അതോടൊപ്പം തന്നെ വരുന്നൊരു പോയിന്റ് ആണ് ബ്രെയിനിലെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിഫറൻസ്. അതായത് നമ്മുടെ ബ്രെയിനിലെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലുള്ള വ്യത്യാസമോ എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു പോയിന്റിൽ വരുന്നതാണ്. പിന്നീട് വരുന്നതാണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റ്. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, കെമിക്കൽ എക്സ്പോഷർ എന്നെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ADHD കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. കാരണം തന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാണ്. അതോടൊപ്പം തന്നെ ജങ്ക് ഫുഡ്, സ്ക്രീൻ ടൈം, അങ്ങനെയുള്ള പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ADHD ഉണ്ടാകാം. അതോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് ആണ് പ്രോപ്പർ പാരന്റിങ് ഇല്ലായ്മ. വീട്ടിലെ വഴക്കുകള്, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ്, ഒരു ചിട്ടയില്ലാത്തൊരു ലൈഫ് സ്റ്റൈല് എന്നതും ADHD എന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാകാം. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞിലെ ADHD ശാസ്ത്രീയമായി പരിഹരിച്ചില്ലെങ്കിൽ അത് പിന്നീട് കുഞ്ഞിന്റെ മുതിർന്ന അവസ്ഥയെ അല്ലെങ്കിൽ മുതിർന്ന പ്രായത്തിൽ അവനെ എഫക്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഒരു വർക്ക് ലൈഫ്, കൊളീഗ്സുമായിട്ട് ഒത്തുപോകാൻ പറ്റായക, അതോടൊപ്പം തന്നെ ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റായക, അതേപോലെ തന്നെ സോഷ്യൽ ലൈഫ്, ഒരു റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാൻ പറ്റായക, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പല സോഷ്യൽ സർക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ ലൈഫ്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാൻ അവന് പറ്റായക എന്നെല്ലാമുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലിവിങ് സ്കില്ലിൽ വളരെയധികം ചാലഞ്ചസ് ആ കുഞ്ഞ് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിലെ ADHDയെ അവന്റെ പോരായ്മയെ കുറ്റപ്പെടുത്താതെ, ഒറ്റപ്പെടുത്താതെ നമ്മൾ മനസ്സിലാക്കി വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ തെറാപ്പീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട ശേഷം അവന് വേണ്ടിയിട്ടുള്ള ബിഹേവിയറൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. ഇനി വരുന്നത് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയാണ്. അതോടൊപ്പം തന്നെ ADHD കുട്ടികളിൽ നമ്മൾ കാണുന്ന മറ്റൊന്നാണ് സെൻസറി ഡിസ്ഫങ്ഷനിങ് എന്നുള്ളത്. നമ്മൾക്കിപ്പോ കാണാൻ കഴിയും, ഇപ്പോ എന്തെങ്കിലും വസ്തുവിനെ എപ്പോഴും വായിലിട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ ചെവി പൊത്തുക, അല്ലെങ്കിൽ അറിയാതെ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ട് കരയുക എന്നെല്ലാം തന്നെ സെൻസറി ഡിസ്ഫങ്ഷനിങ്ങിന്റെ ഭാഗമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി സജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കാണാം. അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ എക്സസൈസ് എന്നുള്ളത്, അല്ലെങ്കിൽ എനർജി ഡ്രെയിനിങ് എക്സസൈസ്. ADHD കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വല്ലാതെ എനർജി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ബിഹേവിയറൽ തെറാപ്പി, സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി, അതോടൊപ്പം തന്നെ ഫിസിക്കൽ തെറാപ്പി, ഈ 3 തെറാപ്പീസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായും ജീവനീയത്തിൽ ADHD മാനേജ്മെന്റിന്റെ ഭാഗമായി അവരുടെ ലൈഫ് സ്റ്റൈല് ബെറ്റർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഭക്ഷണ രീതി ക്രമീകരിക്കുവാനും നമ്മളൊരു ആയുർവേദ
വേ ഓഫ് പ്രോട്ടോകോൾ ആണ് പരിശീലിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ആളുകളിൽ വളരെയധികം ആകർഷിച്ച ഒരു തെറാപ്പിയാണ് മ്യൂസിക് തെറാപ്പി. എന്താണ് മ്യൂസിക് തെറാപ്പി? എങ്ങനെയാണ് ADHDയും മ്യൂസിക് തെറാപ്പിയും ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിന്റെ റിസൾട്ട്, എഫക്റ്റ് എന്നെല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നതാണ്. സോ ഫോർ ദാറ്റ് സ്റ്റേ ട്യൂൺഡ്. ജീവനിയും മനസ്സിനും തനുവിനും ജീവനീ